ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും ഒലിച്ചുപോയി. അപകടത്തിൽ 4 പേർ മരിച്ചു. 60ഓളം പേരെ കാണാതായിട്ടുണ്ട്. മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. ജിബിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ജിബിൻ, നിലവിൽ എന്താണ് സാഹചര്യം? നിലവിൽ അസിത, ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലാണ് ഇത്തരത്തിലൊരു മിന്നൽ പ്രളയം ഉണ്ടായത്. ഈ ഖീർ ഗംഗാ നദിയുടെ മുകളിലെ വൃഷ്ടിപ്രദേശത്തുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് കനത്ത മഴ ഉണ്ടാകുകയും അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വെള്ളം പെട്ടെന്ന് കുത്തി ഒലിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ കുത്തി ഒലിച്ചു വരുന്ന ചെളിയും മണ്ണും അടങ്ങിയ ഈ വലിയ പാറക്കല്ലുകളും അടങ്ങിയ ഈ ഒരു വെള്ളം കുത്തിയൊലിച്ച് വരുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തെ വീടുകളെയൊക്കെ തന്നെ മൂടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു ജലപ്രളയം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ തന്നെ നിരവധി വീടുകൾ ഇതിനോടകം തന്നെ ഈ ഒരു പ്രളയത്തിൻ്റെ ഭാഗമായി തന്നെ തകർന്നു പോയിട്ടുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 25ഓളം ഹോട്ടലുകൾ ഇതിനോടകം തന്നെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്ന 25ഓളം ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അപ്രത്യക്ഷമായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വീടുകളും നിരവധി ആളുകളെയും കാണാതായിട്ടുണ്ട്. ഏകദേശം 60ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. 4 പേരുടെ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. NDRFും അതോടൊപ്പം തന്നെ ആർമി അടക്കമുള്ളവരൊക്കെ തന്നെ നിലവിൽ ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറയുന്നതനുസരിച്ചുകൊണ്ട് നിരവധി വീടുകൾ ഒലിച്ചു പോയതായാണ് അവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പുഷ്കർ സിംഗ് ധാമി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ നിലകളിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് സേനകളും അതോടൊപ്പം തന്നെ NDRF ടീമുകളും ഒക്കെ തന്നെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലകളിലാണ് ഇപ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പോലെ തന്നെ വീടുകളൊക്കെ തന്നെ ഈ പ്രളയജലത്താൽ മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഇപ്പോഴും അവിടെ ഈ പ്രളയജലം ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചെളിയും മണ്ണും നിറഞ്ഞ ഒരു പ്രളയജലമാണ് ഇപ്പോൾ അവിടെ ഒഴുകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിൽ വലിയ മഴ ഈ പ്രദേശത്ത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. നിലവിലെ സാഹചര്യങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളൊരു റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ മഴയുണ്ടാകും ഒരു കനത്ത മഴ തുടരുമെന്നുള്ള ഒരു റിപ്പോർട്ട് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലനിന്നിരുന്നു എന്നുള്ള ഒരു കാര്യം ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ഒരു മിന്നൽ പ്രളയത്തിൻ്റെ ഒരു മുന്നറിയിപ്പോ മറ്റോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെ എടുത്തു പറയേണ്ടുന്നതാണ്. ആ നിലകളിൽ ആണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു മിന്നൽ പ്രളയം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.